ആറന്മുള മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി കള്ള പോസ്റ്റൽ വോട്ട് നടന്നതായി വാണിജ്യ നികുതി ഓഫീസിലിരുന്ന് വോട്ട് ചെയ്തവരെ LDF പ്രവർത്തകർ പിടികൂടി. വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുന്നുണ്ട്. ബിജേഷ്, എന്താണ് സംഭവിച്ചത്? ദൃശ്യങ്ങൾ മുമ്പാണ് പത്തനംതിട്ട ട്രഷറിക്ക് മുകളിലുള്ള വാണിജ്യ നികുതി ഓഫീസിൽ നിന്നും വാണിജ്യ നികുതി മാനേജർ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ അബ്ദുൽ ഹാരിസ് പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്യുന്നതായിട്ട് LDF പ്രവർത്തകർ കണ്ടെത്തിയത്. 40-ൽ അധികം വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റ് തുറന്ന് അതിൽ ശിവദാസ് നായർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും നിരവധി പോലീസുകാരും തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പോസ്റ്റൽ ബാലറ്റുകൾ നൽകാതെ, പോസ്റ്റൽ ബാലറ്റുകൾ അയച്ചു കൊടുക്കാതെ നിരവധി പേരുടെ പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള അദ്ദേഹം സ്വന്തം നിലയിൽ അവിടെ നിന്ന് വോട്ട് ചെയ്യുന്നതാണ് LDF പ്രവർത്തകർ കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അവർ അത് തടഞ്ഞു വെക്കുകയും പരിശോധിച്ച് നോക്കുമ്പോൾ നിരവധി പോസ്റ്റൽ ബാലറ്റുകൾ ആർക്കും അയച്ചു കൊടുക്കാതെയും പോസ്റ്റലായിട്ട് വന്നിരിക്കുന്ന ബാലറ്റുകൾ വീണ്ടും പൊട്ടിച്ചു നോക്കിയിട്ടുള്ളതായും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പോലീസ് ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തോതിലുള്ള ഒരു സംഘർഷ അവസ്ഥ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിരവധി LDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ ഒരേ മഷിയിൽ തന്നെ ഒരുപോലെ തന്നെ ശിവദാസ് നായർക്ക് വോട്ട് ചെയ്തു എന്നും മറ്റ് ചിഹ്നങ്ങളിലൊന്നും തന്നെ വോട്ട് ചെയ്തതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ആണ് ഇപ്പോൾ ഇത് കള്ളവോട്ട് നടക്കുന്നു എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം. നാളെ വോട്ടെണ്ണലിന് മുമ്പ് ഈ വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത് എന്നും പറയുന്നു. എന്തായാലും അല്പസമയത്തിന് മുമ്പാണ് ഇപ്പോൾ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും നിരവധി പോസ്റ്റൽ ബാലറ്റുകളിൽ വോട്ട് ചെയ്യുന്നതായിട്ട് LDF പ്രവർത്തകർ കണ്ടെത്തിയത്. ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ബിജേഷ്, ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. 1-2 ബാലറ്റുകളൊന്നുമല്ല, നിരവധി ബാലറ്റുകളാണ് ഈ വിധത്തിൽ അവിടെ ഉള്ളത്. ഇത് പലർക്കും അയച്ചു കൊടുക്കാത്തതാണ് എന്ന് ബിജേഷ് പറയുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തി? ഒരാൾ വിചാരിച്ചാൽ എന്തായാലും ഇത്രയും ബാലറ്റുകൾ അയച്ചു കൊടുക്കാതിരിക്കാനും അതിവിടെ വെച്ച് രഹസ്യമായി വോട്ട് രേഖപ്പെടുത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങില്ലായല്ലോ. എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യം? സൗമ്യ, അത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത്രയധികം പോസ്റ്റൽ ബാലറ്റുകൾ എങ്ങനെ ഇവരുടെ കൈവശം വന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ട് ഈ പോസ്റ്റൽ ബാലറ്റുകൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തില്ല? ഇദ്ദേഹം ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗസ്ഥനാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അറ്റസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുന്നത്. ഈ പോസ്റ്റൽ ബാലറ്റുകൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ തന്നെ ആരുടെ പോസ്റ്റൽ ബാലറ്റ് ആയാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അറ്റസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ചട്ടം. പക്ഷെ ഇവിടെ അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥനല്ലാതെ ആ റൂമിൽ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറെ ശ്രദ്ധേയമാകുന്നതും. അദ്ദേഹം പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് വോട്ട് ചെയ്യുന്നതായിട്ടാണ് ഈ LDF പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളും ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാണുന്നത് പോലൊക്കെ തന്നെ ഇവിടെയുള്ള പോസ്റ്റൽ ബാലറ്റുകളിലെല്ലാം തന്നെ ശിവദാസ് നായർക്ക് വേണ്ടി മാത്രമാണ് വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾക്കോ മറ്റ് ചിഹ്നങ്ങളിലോ ഒന്നും തന്നെ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാനും സാധിച്ചിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹം കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആണെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സംഘടിതമായിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെ എത്തപ്പെട്ടതെന്നും അദ്ദേഹം വോട്ട് ചെയ്യുന്നതെന്നുമാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും വലിയ ഒരു പോലീസ് സന്നാഹവും നിരവധി പ്രവർത്തകരും അടക്കം ഇവിടെ തടിച്ചുകൂടി ചെറിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു. CPM നേതാവ് ശ്രീ ആനന്ദഗോപൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ ആനന്ദഗോപൻ, ഇവിടിപ്പോൾ കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. 1-2 ബാലറ്റുകളല്ല, നിരവധി ബാലറ്റുകളാണ്. സ്വാഭാവികമായും പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ടവർക്ക് എത്തിച്ച് നൽകേണ്ട ബാലറ്റുകൾ പലരും അത് മിസ്സാകുന്നതനുസരിച്ചൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇത് നിരവധി ബാലറ്റുകളാണ് ഈ വിധത്തിൽ കൊണ്ടുവച്ച് അതിൽ ശിവദാസ് നായർക്ക് വോട്ട് രേഖപ്പെടുത്തി വീണ്ടും കവറുകളിലാക്കുന്ന ഒരു സ്ഥിതി ഉള്ളത്. ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ, വലിയൊരു ചട്ടലംഘനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മുതൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഇത്തരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയത്. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ വീണ ജോർജിന്റെ വോട്ടർ പട്ടികയിലെ അംഗത്വം പോലും ഇല്ലായ്മ വരുത്താൻ BLOയെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇടപെടൽ നടത്തിയവരാണ് UDFന്റെ സ്ഥാനാർത്ഥി. അതിനുശേഷവും വീണ ജോർജിനെതിരെ ഒട്ടേറെ അപവാദ കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറായി. ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ബാലറ്റുകൾ ശേഖരിച്ച് ഒരു സർക്കാർ ഓഫീസിൽ തന്നെ ഈ ബാലറ്റുകളെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് അത് ശിവദാസ് നായർക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ നഗ്നമായ ചട്ടലംഘനമാണ് ഇപ്പോ ഈ ഉദ്യോഗസ്ഥൻ തന്നെ നടത്തിയിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഇത്
UDFന്റെ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇത് കർശനമായ നിലപാട് പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്കും ഞങ്ങൾ പ്രത്യേകമായ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ആശങ്ക ഉള്ളത് വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു ഓഫീസിൽ വെച്ചാണ് ഇങ്ങനെ ഒരു തിരിമറി നടക്കുന്നത്. ഇത്രയേറെ ബാലറ്റുകൾ എങ്ങനെ എത്തി? സ്വാഭാവികമായും ഒരാൾ മാത്രം അറിഞ്ഞുകൊണ്ടല്ല എന്ന് വ്യക്തമാകുന്നതാണ്. പക്ഷെ വലിയൊരു ചട്ടലംഘനം പിന്നെ ROയുടെ ഓഫീസിലുള്ള പിന്നെ UDFന്റെ പിന്നെ പ്രവർത്തകരുടെ കൂടി എല്ലാ ഒത്താശയോടും കൂടിയാണ് ഇത്തരമുള്ള ഒരു പിന്നെ അവിഹിത ഇടപെടൽ അവർ നടത്തിയിട്ടുള്ളത്. ROയുടെ ഓഫീസിൽ ഇതിനു മുമ്പ് ഞാൻ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, ROയുടെ ഓഫീസ് നീതിപൂർവമായി പ്രവർത്തിക്കണം. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നീതിപൂർവമായും നിഷ്പക്ഷമായും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കേണ്ട ROയുടെ ഓഫീസ് ഈ തിരികെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീമതി വീണ ജോർജ്, ഈ വിധത്തിൽ ഒന്നും രണ്ടും ബാലറ്റുകളല്ല ഈ തരത്തിൽ അവിടെ കൊണ്ടുചെന്ന് വെച്ചിട്ടുള്ളത്. അതിലെല്ലാം ശിവദാസൻ നായർക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് LDF പ്രവർത്തകർ ഇത് പിടികൂടുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം. ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായ തെളിവുകളാണ് എത്രത്തോളം ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നതിന്. ശ്രീമതി വീണ ജോർജ്, പാർമുള നിയോജക മണ്ഡലത്തിൽ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ തുടക്കം മുതൽ ഇപ്പൊ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രസ്ഥാനത്ത് പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ UDFന്റെ പഴയ ഒരു മെമ്പറുടെ വീട്ടിൽ പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകർ അത് തിരിച്ചറിയുകയും അവിടെ ചെല്ലുകയും മാധ്യമ സംഘം ഉൾപ്പെടെ അവിടെ ഒക്കെ ചെയ്ത സാഹചര്യം നമുക്കറിയാം. പീപ്പിൾ ഇതിലൂടെ റിപ്പോർട്ടർക്കും സംഘത്തിനും മേലെയും ചേർന്ന് ഒരു കയ്യേറ്റ ശ്രമമൊക്കെയാണ് ഉണ്ടായി. ഇത് ഈ പരാജയം കൊണ്ട് നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് UDF മാറിയിരിക്കുകയാണ്. ശ്രീമതി വീണ ജോർജ്, താങ്കളിലേക്ക് തിരികെ എത്താം. ചെറിയ ഒരു ഓഡിയോ പ്രശ്നമുണ്ട്, താങ്കളിലേക്ക് തന്നെ തിരികെ എത്താം. ശ്രീ ആനന്ദഗോപൻ, ഇവിടെ നമുക്കറിയാം MLA ആയ ശിവദാസൻ നായർ സ്വാഭാവികമായും എക്സിറ്റ് പോളുകളിൽ പോലും ആറന്മുളയിലെ സാഹചര്യമൊക്കെ വളരെ പ്രതികൂലമായ രീതിയിൽ, ശിവദാസൻ നായർക്ക് പ്രതികൂലമായ രീതിയിലൊക്കെ വിലയിരുത്തപ്പെട്ട ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. വളരെ ശക്തമായ ഒരു പ്രചരണവുമായി LDF മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും ഒരു നിയമലംഘനത്തിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കാം എന്ന തരത്തിലുള്ളൊരു കരുനീക്കങ്ങളെ കൂടി എങ്ങനെയാണ് കാണേണ്ടത്? വീണ ജോർജിന്റെ വിജയത്തെ അട്ടിമറിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളും സ്വീകരിക്കുന്ന ആളാണ് ഈ UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായർ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട്. ബൾക്കായി പോസ്റ്റൽ ബാലറ്റ് ROയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അത് മറ്റൊരു സർക്കാർ ഓഫീസിൽ കൊണ്ടുവന്ന് ആ സർക്കാർ ഓഫീസിൽ വെച്ച് അത് ശിവദാസൻ നായർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമം. ഇപ്പോ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോ വീണ വിജയിച്ചാൽ വീണയ്ക്കെതിരായി ഇലക്ഷൻ പെറ്റീഷൻ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി നടക്കുകയാണ്. അവരുടെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശിവദാസൻ നായർ. ഇത് അങ്ങേയറ്റത്തെ ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയത്. ഏതു തരത്തിലും വിജയിക്കാൻ കഴിയുക, എന്ത് തിരിമറി കാണിച്ചാലും വിജയിക്കാൻ കഴിയുക, ഇതാണിപ്പോ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആറന്മുള നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഈ വീണ ജോർജിന് ലഭിച്ചിട്ടുള്ള ആ വലിയ തോതിലുള്ള സ്വാധീനം, സ്വീകാര്യത ലഭിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ മണ്ഡലത്തിന്റെ പ്രത്യേകതകളും ഈ ശിവദാസൻ നായരുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന വിരുദ്ധ നിലപാടുകളും എല്ലാം വീണ ജോർജിന്റെ വിജയത്തെ സഹായിക്കുന്ന. ശ്രീമതി വീണ ജോർജ് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഒരു പക്ഷേ ജനാധിപത്യ സമൂഹത്തിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റൽ വോട്ടുകൾ. അത് നമുക്കറിയാം, അന്നത്തെ ദിവസം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരുടെ കേവലാവകാശത്തെ പോലും ലംഘിക്കുന്ന രീതിയിലേക്കാണ് ആ പോസ്റ്റൽ വോട്ടുകൾ. അവർക്ക് പോസ്റ്റൽ വോട്ടുകൾ ചെയ്യാനുള്ള ബാലറ്റുകൾ അയച്ചു കൊടുക്കാതെ അത് ഒരിടത്ത് കൂട്ടിക്കൊണ്ടു ചെന്നിട്ട് ഈ വിധത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായും അതെ. ജനാധിപത്യ വിശ്വാസികൾക്ക് സഹിക്കാൻ കഴിയാത്തതും ആയ പ്രവർത്തികളാണ് ഇപ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ UDF ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പരാജയ ഭീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ പരാജയത്തിന്റെ
വലിയ ആഘാതമൊഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള അതാണ് അവർ നോക്കുന്നത്. എന്ത് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചും വിജയിക്കണം എന്നുള്ളതായിരുന്നു UDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറന്മുള നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എടുത്തുകൊണ്ടിരുന്ന അടവ്. തുടക്കം മുതൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രക്കാനത്ത് പണം വിതരണം ചെയ്തുകൊണ്ട് പാവങ്ങളായ സാധാരണക്കാരായ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് UDFന്റെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രമിച്ചത് നമ്മൾ കണ്ടു, നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അവിടെ റെയ്ഡ് നടന്നു. പക്ഷെ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് സ്വാധീനം ഉപയോഗിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം അവരിതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പോസ്റ്റൽ വോട്ടുകൾ സംബന്ധിച്ച് നടക്കുന്നത് ഇതാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ജനാധിപത്യ മര്യാദകളുടെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസം വരെ ഇവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇത് തിരിച്ചറിഞ്ഞു വോട്ടർമാർ എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി അവർ എഴുതിക്കഴിഞ്ഞു. നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വളരെ ശക്തമായ വിധിയാണ് എന്നുള്ളത് നാളെ ബോധ്യമാകും. ഇവിടെ വലിയൊരു സൂചന കൂടിയല്ലേ ഇത്? ഇങ്ങനെ ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ ഈ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിനെ UDF നേരിടുന്നത്, അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ നിലപാട് ഇതാണ് എന്ന ഒരു സൂചന കൂടിയല്ലേ നൽകുന്നത്? ഇതൊരു ഉദാഹരണം മാത്രമല്ലേ? ഇതൊരു ഉദാഹരണം മാത്രമാണ്. കാരണം സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗമുണ്ട് എന്നും ഏതാണ്ട് 100-നടുത്ത് സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുമെന്നും ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഇതിനോടകം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ആറന്മുളയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വള്ളംകുളം മുതൽ ആറന്മുള മണ്ഡലത്തിന്റെ മൊത്തം ഭാഗങ്ങളിലും നമ്മുടെ ബോർഡുകൾ തകർത്തുകൊണ്ട് ഒരു രാത്രി ഗുണ്ടാ സംഘം, ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്തു. UDFന്റെ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചില്ല. അപ്പൊ അന്ന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകർ സംയമനം പാലിക്കുമെന്ന് അവർ കരുതിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കുതന്ത്ര മാർഗങ്ങളും അവർ പ്രയോഗിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ അതിനവർക്ക് കഴിഞ്ഞില്ല. അത് ഏറ്റവും ഒടുവിൽ ഈ പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം കാട്ടിക്കൊണ്ട് ഇതുവരെ ജനാധിപത്യത്തിലും വോട്ടിലും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പൗരന്റെ മൗലിക അവകാശത്തിൽ കടന്നു കയറിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. വളരെ ശക്തമായ തിരിച്ചടി ഇവർക്കെതിരെ ആറന്മുള നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ വെപ്രാളത്തിൽ ഇവർ ചെയ്തു കൂട്ടുന്നതാണ് ഇതൊക്കെ. പക്ഷെ ഇതിനെ നമ്മൾ ശക്തമായി ചെറുക്കുകയും ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ ശക്തമായി അപലപിക്കുകയും വേണം. നിയമ നടപടികളിലേക്ക് കൂടി കടക്കുമെന്ന് തന്നെയുള്ള സൂചനകൾ തന്നെയാണോ? തീർച്ചയായിട്ടും അതിനുള്ള ആലോചനകൾ ആണ് നടക്കുന്നത്. മുന്നണി ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഇക്കാര്യത്തിലെടുക്കും. നന്ദി ശ്രീമതി വീണ ജോർജ് അവസരം നമ്മൾ സംസാരിച്ചതിന്. ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് ഒരു കൂട്ടം LDF പ്രവർത്തകരാണ്. ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറുകൾ, പോസ്റ്റൽ ബാലറ്റുകൾ അയക്കാതെ ബാലറ്റ് പേപ്പറുകൾ ശേഖരിച്ച് ശിവദാസൻ നായർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു നീക്കത്തെ തടഞ്ഞത് ചില LDF പ്രവർത്തകർ ചേർന്നാണ്. ആ LDF സംഘത്തിന് നേതൃത്വം നൽകിയ ശ്രീ സാബു കണ്ണങ്കര നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സാബു, ഒരുപക്ഷെ വലിയൊരു കള്ളത്തരത്തെയാണ് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. വലിയൊരു ചട്ടലംഘനം, വലിയൊരു നിയമലംഘനം. കുറച്ച് ആൾക്കാർ പോസ്റ്റൽ ബാലറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരിടത്ത് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ബാലറ്റുകൾ കൂട്ടിയിട്ട് തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്ത് അത് തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങൾ ഇവിടേക്ക് എത്തിയത്? എങ്ങനെയാണ് ദൃശ്യങ്ങൾ അടക്കം എടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിയത്? സാബു, ഹലോ, പത്തനംതിട്ട ഓഫീസിൽ വെച്ചായിരുന്നു 50 ബാലറ്റുകൾ ഓപ്പൺ ചെയ്തതിനു ശേഷം അറ്റച്ച് ചെയ്യാനാണെന്ന പേരിൽ. സാബു, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ആ ഫോൺ ക്ലിയർ അല്ല, അതിലേക്ക് തന്നെ തിരികെ എത്താം. ഏതായാലും വലിയ ഒരു ചട്ടലംഘനമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ ശിവദാസൻ നായരും വീണ ജോർജും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആറന്മുള മണ്ഡലത്തിലാണ് UDFന്റെ ഭാഗത്തു നിന്നും വലിയ ചട്ടലംഘനം നടന്നിട്ടുള്ളത്. പോസ്റ്റൽ ബാലറ്റുകൾ, ഉദ്യോഗസ്ഥർ അടക്കം പോസ്റ്റൽ ബാലറ്റുകൾ, അവർക്ക് അയച്ചു കൊടുക്കേണ്ട ബാലറ്റുകൾ അയച്ചു കൊടുക്കാതെ അത് ഒരിടത്ത് കൊണ്ടുവച്ച് ശിവദാസൻ നായർക്ക് മാത്രം വോട്ട് ചെയ്ത് അത് പോസ്റ്റൽ ബാലറ്റുകൾ ആക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ബാലറ്റുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെയാണ് LDF പ്രവർത്തകർ ചേർന്ന് പിടികൂടിയത്. സാബു കണ്ണങ്കര നമ്മോടൊപ്പം ചേർന്നത്. സാബു, നേരത്തെ ടെലിഫോൺ ക്ലിയർ അല്ലായിരുന്നു. എങ്ങനെയാണ് ഈ സംഭവം നിങ്ങൾ അറിഞ്ഞത്? എങ്ങനെയാണ് പിടികൂടിയത്? അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ഓഫീസറുടെ ഓഫീസിൽ 50 ബാലറ്റുകൾ സ്വന്തമായി പൊട്ടിച്ച് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് കണ്ടുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകരാരോ അതിനെ വന്നത് മുഴുവൻ ജനങ്ങളെ വിളിച്ചു കൂട്ടുകയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ
അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാവമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഹലോ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത്? അവിടെ ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ അതിനെ നടന്നു പോയപ്പോൾ കരിപ്പട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്തത് കണ്ടം കൊണ്ട് ആ ബാലറ്റ് നോക്കുകയായിരുന്നു. അപ്പോഴാണ് 50-ലധികം ബാലറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫീസിൽ അറിയുകയും അവിടെ നിന്ന് പ്രവർത്തകർ എത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ ചട്ടലംഘനമാണ് നടന്നിട്ടുള്ളത്. ഈ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി മാത്രം അറിഞ്ഞുകൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം മാത്രമല്ല, ഇവിടുത്തെ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് അദ്ദേഹം. ഗസറ്റ് റാങ്കിലുള്ള ആളാണ് അദ്ദേഹം. ഗസറ്റ് റാങ്കിലുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം അപ്പച്ചി 50-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുകയാണ്. സ്വന്തമായി വോട്ടുകൾ രേഖപ്പെടുത്തി ബാലറ്റുകൾ പാക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. ഈ ബാലറ്റ് പേപ്പറിലെല്ലാം ശിവദാസ് നായരുടെ പേരുകൾക്ക് നേരെ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെ 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 സ്വന്തമായി വോട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഇടതുപക്ഷ പ്രവർത്തകർ വന്നത്. ദൃശ്യങ്ങൾ നിങ്ങൾ പകർത്തുകയും ചെയ്തു. ഉണ്ട്, മുഴുവൻ ചാനലുകളും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. എല്ലാ ചാനലുകളും വളരെ നന്ദി സാബു കണ്ടങ്കര യുഎസിൽ നമ്മോട് സംസാരിച്ചതിന്. വലിയ ഒരു ചട്ടലംഘനമാണ് കുറച്ച് LDF പ്രവർത്തകരുടെ ഇടപെടലോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബാലറ്റ് പേപ്പറുകൾ, പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ അയക്കാതെ അത് ശിവദാസ് നായർക്ക് വോട്ടുകൾ രേഖപ്പെടുത്തി തങ്ങളുടെ പെട്ടിയിലേക്കാക്കാനുള്ള നീക്കത്തെയാണ് ഒരു കൂട്ടം LDF പ്രവർത്തകർ ചേർന്ന് തടഞ്ഞിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാണിജ്യ നികുതി ഓഫീസിൽ നിന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ഇവർ ചെന്ന് ബാലറ്റുകൾ പിടിച്ചെടുത്തത്. ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. വലിയ ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്.